ഇപ്പോഴെന്തായാലും ജനറൽ ആശുപത്രിയിൽ സുഗതൻ്റെ വൈദ്യപരിശോധന പുരോഗമിക്കുന്നു. അധികം വൈകാതെ അത് പൂർത്തിയാകും. അതിനുശേഷം സുഗതൻ പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകും. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ സുഗതൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നെ ചിക്കൻ ബോക്സ് മീഡിയ പറയില്ലേ ചിക്കൻ ബോക്സ് ആയിട്ടുള്ള എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചിക്കൻ ബോക്സ് അടക്കം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് തൻ്റെ അറസ്റ്റ് ഉണ്ടായത് എന്നുള്ളതാണ് സുഗതൻ ഇപ്പോൾ പറയുന്നത്. വീട്ടിൽ നിന്നാണ് എന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ചിക്കൻ ബോക്സ് ആയിട്ട് കിടന്ന് എന്നെ വീട്ടിൽ നിന്ന് ചിക്കൻ ബോക്സ് ആയിട്ട് എനിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞു. 2 ദിവസം കൂടെ എനിക്ക് അന്വേഷണ മുമ്പിൽ ചിക്കൻ ബോക്സ് ആണ് അന്വേഷണ മുമ്പിൽ ഹാജരാകാൻ 2 ദിവസം കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോയി. ഇന്ന് ഹൈക്കോടതിയിൽ അതിന് നമ്പർ ഇട്ട് കേസ് കിടക്കുമ്പോൾ എന്റെ വീട്ടിലൊന്ന് വെടിവെച്ചു പോയി. എന്റെ കൊച്ചിനെ മയനായിട്ട് കൊച്ചിനെ അടിക്കുകയും ചെയ്തു, എന്റെ ഭാര്യ അടിക്കുകയും ചെയ്തു. സുഗതന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. തൻ്റെ ഭാര്യയെ ആക്രമിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ ഭാര്യയെ ആക്രമിച്ചതിന് പിന്നാലെ തൻ്റെ കുട്ടിക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നൊരു കാര്യമാണ് സുഗതൻ ഇപ്പോൾ പറയുന്നത്. സുഗതൻ നേരത്തെ പ്രതികരണം ചോദിച്ചപ്പോൾ പറയാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് വട്ടിയൂർക്കാവ് ഇറങ്ങഗിരി പോലീസിന്റെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സർ എന്താണ് സാർ അവിടെ സംഭവിക്കുന്നത്? ഗുരുതരമായ ആരോപണമാണ് പോലീസിനെതിരെ ഇപ്പോൾ ഈ പ്രതിയായ ആൾ തന്നെ ഉന്നയിക്കുന്നത്. BJPയുടെ നേതാക്കളും എല്ലാം സമീനമായ ആരോപണം ഉന്നയിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതികരണം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്നും സുഗതൻ്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി മടങ്ങുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് സുഗതനുമായുള്ള വാഹനം പോകുന്നത്. നമുക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പ്രതികരണം തേടുമ്പോൾ കാര്യമായ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. കാരണം സുഗതൻ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും ആ കാര്യത്തിൽ അവർക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്തായാലും ഈ പോലീസിന് നേരെയും ഇത്തരത്തിലൊരു കടന്നുകയറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിക്രമമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം അദ്ദേഹത്തിന് പറയണമെങ്കിൽ പറയട്ടെ എന്ന് കരുതിയാണ് നമ്മൾ അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ ചോദിച്ചത്. BJP രാഷ്ട്രീയമായ ഒരുപാട് ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാലാണ് അദ്ദേഹത്തോട് പ്രതികരണം തേടിയത്. അദ്ദേഹത്തിന് പരിമിതികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ വാഹനം നമുക്ക് തൊട്ടു മുന്നിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുന്നു. അതിനും മുൻപിലാണ് നേരത്തെ പോയ വാനും കടന്നു പോയിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ആ വാൻ എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ എത്തുമ്പോൾ എന്താകും സ്ഥിതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഈ വിഷയത്തിൽ പ്രതിയാണ് എങ്കിലും സുഗതന് പറയാനുള്ളത് കൂടി പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. അതിനാലാണ് സുഗതനോട് നിരന്തരമായി എന്താണ് വീട്ടിൽ സംഭവിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ സുഗതൻ പറയുന്നത് ചിക്കൻ ബോക്സ് ആയി വീട്ടിൽ കഴിയുകയായിരുന്നു. പ്രതികരണം നമ്മളിപ്പോൾ കേട്ടു. ആ പ്രതികരണം ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്.